വരൂ. വാടാ മോനെ. വേണ്ട, നിങ്ങൾ വന്നാ മതി. അപ്പൊ ഇവനോ? അമ്മ പോയിട്ട് വരണം. എന്നെ ആരും ഒന്നും ചെയ്യാൻ പോകുന്നില്ല. അയ്യപ്പന്റെ ഭാര്യയാണല്ലേ? അല്ലെന്ന് പറയാൻ പറ്റുമോ? അതെന്താ? ആ മനുഷ്യന് നാടൊട്ടുക്ക് ഭാര്യമാരല്ലേ? കൂട്ടത്തിൽ നിങ്ങൾ ഒരു ഭാര്യ അല്ലേ? ഓ, കൂട്ടുഭാര്യയാണേ. എന്റെ ദൈവമേ, ഇങ്ങനൊരു വിധി ആർക്കും വരുത്തല്ലേ. ബീഡി വലിച്ച് തള്ളുന്ന പോലെ അയാൾക്ക് പെണ്ണുങ്ങള്. അയാൾ ഇത്രക്കാരനാണെന്ന് ആരെങ്കിലും വിചാരിച്ചോ? ഇപ്പോഴിതാ കാണാനില്ലാന്ന് പറയുന്നു. അതറിഞ്ഞപ്പോ അതിലേറെ വിഷമം. അയാൾ എവിടെ പോയെന്ന് വല്ല വിവരമുണ്ടോ? എങ്ങനെ അറിയും? അങ്ങോട്ട് തിരിഞ്ഞ് കയറുകയില്ലല്ലോ. വല്ലപ്പോഴും ചെറുക്കനെ പറഞ്ഞയച്ചാ വല്ലതും കൊടുത്തു വിടും. ഈ പ്രാവശ്യം അവൻ ചെന്നപ്പോ അവനെ പറഞ്ഞു പറ്റിച്ച് ഒളിച്ചു കളഞ്ഞു. അവൻ പിന്നെ വീട്ടിൽ വന്ന് പിറ്റേ ദിവസമാ. രാത്രിയിൽ എവിടെയായിരുന്നു ചോദിച്ചില്ലേ? നല്ല ചേലായി. അവൻ നേരും ചൊവ്വും പറയുമോ? തന്തയുടെ മോനല്ലേ, മനസ്സുവാർത്തേക്ക് പോയെന്ന് പറഞ്ഞു. ഇനി എന്തായാലും രൂപയ്ക്ക് വേണ്ടി തന്തയടത്തേക്ക് പോകുന്ന ഏർപ്പാടെന്നും പറഞ്ഞ് മാറിക്കിടന്ന് ഒറ്റ ഉറക്കം. കാണാനില്ലെന്നറിഞ്ഞപ്പോ അവൻ എന്തു പറഞ്ഞു? ദൈവാധീനം, ശല്യം ഒഴിഞ്ഞല്ലോ എന്ന് പറഞ്ഞു. എനിക്കങ്ങനെ പറയാൻ ഒക്കോ സാറേ? കാലനാണെങ്കിലും കല്യാണം കഴിച്ചവനായി പോയില്ലേ. എന്തായി സാറേ, വല്ല അറിവുണ്ടോ? വല്ല പെണ്ണുങ്ങളെയും കൊണ്ട് സ്ഥലം വിട്ടോന്നാ എന്റെ മനസ്സ് പറയണം. വാ വാ, ആ ചെറുക്കനോട് വരാൻ പറ. യെസ് സാർ. കണ്ടു കിട്ടുകയാണെങ്കിൽ എന്നെ കൂടി ഒന്ന് അറിയിക്കണേ സാറന്മാരെ. നിങ്ങൾ ഇവിടെ ഇരിക്കൂ. നീ വാടാ മോനെ. അവരത് ഇതൊക്കെ ചോദിക്കും. അബദ്ധം പറഞ്ഞ് പിടിപ്പിച്ചു കളയരുത്. നീ ഇതിനു മുമ്പ് പോലീസ് സ്റ്റേഷനിൽ കയറിയിട്ടുണ്ടോടാ? ഉണ്ട്. എത്ര പ്രാവശ്യം? 6 പ്രാവശ്യം. എന്തായിരുന്നു കേസ്? എല്ലാം അടിപിടിയാ. എന്നെ കാണുമ്പോ ചിലക്ക് തല്ലാൻ തോന്നും. ഞാനും തല്ലും. അവസാനം കേസുണ്ടോ വിലക്കിരിക്കും. അപ്പോ ജയിലിൽ പോകാൻ മടിയില്ല? മടിക്കുന്ന എന്തിനാ? ശിക്ഷിച്ചിട്ടല്ലേ. ഈ മുണ്ടം താത്തിയിട്ടെ വാ ഒന്ന് നോക്കട്ടെ. ഇവന്റെ ഈ രേഖ കണ്ടോ? അതിന്റെ ഫലം കഴിഞ്ഞിരിക്കുന്നല്ലോ സാർ. ഒരു ചെറിയ വെട്ട് വീണിരിക്കുന്നുണ്ടോ? സംഭവം കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമേ ആയിട്ടുള്ളൂ. ആ വെട്ട് ശരിക്കും തെളിഞ്ഞിട്ടില്ല സാർ. ഈ രേഖ എന്തിനുള്ളതാണെന്ന് അറിയാമോടാ? കൈമടക്കാൻ. അതല്ല ചോദിച്ചത്. ഇതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? ഇല്ല. ഈ രേഖ കയ്യിലുള്ളവർ കൊലപാതകം ചെയ്യും. നീ അത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ചെയ്തു കഴിഞ്ഞു. അതിന്റെ തെളിവാണിത്. എങ്കിലും സ്വന്തം അച്ഛനെ തന്നെ തട്ടിക്കളഞ്ഞുള്ള വിഷ്ണു. ഓട്ടെ, സാരമില്ല, ഞങ്ങൾ സഹായിക്കാം. ശവം എവിടെ ഇട്ടിരിക്കുന്നു? അപ്പോൾ എന്റെ അച്ഛൻ ജീവിച്ചിരിപ്പില്ല എന്നുള്ളത് തീർച്ചയാണ് സാർ. നീയല്ലേ കൊന്നത്? സത്യം പറയല്ലോ സാറേ. കൊല്ലണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. സൗകര്യത്തിന് കിട്ടിയില്ല. അപ്പോ നീ സത്യം പറയില്ല? ഞാനെന്തിനാ സാറേ നുണ പറയുന്നത്? സ്വന്തം അച്ഛനല്ലേ, കൊന്നെങ്കിൽ കൊന്നു എന്ന് പറയും. അച്ഛനോട് രൂപ വാങ്ങിക്കാൻ നാടേക്കാമി പോയില്ലേ? എന്നിട്ട് അവസാനം അച്ഛനെയും കാത്ത് ഗേറ്റിൽ നിന്ന് എനിക്ക് വണ്ടിക്കൂലിക്ക് പൈസ തന്ന ബാലവാലൻ എന്ന് പറയുന്ന ആളാ. അവിടെ നിന്ന് അങ്ങോട്ട് പോയി? നേരെ വീട്ടിലേക്ക് പോയി. എന്നിട്ട് വീട്ടിൽ ചെന്നില്ലല്ലോ. അതങ്ങനെ ബസ് കിട്ടണ്ടേ? നീ പറയുന്ന മുഴുവൻ നുണയാണ്. ബാലഗോപാലോട് വണ്ടിക്കൂലും വാങ്ങി നീ നേരെ പട്ടഷാപ്പിലേക്കല്ലടാ പോയത്? ഞാൻ പട്ടയടിക്കാറില്ല. നീ പട്ടയടിക്കാറില്ല. അയ്യപ്പൻ അവിടെ ഉണ്ടോ എന്ന് നോക്കാൻ പോയതാ. അയ്യപ്പൻ അവിടെ ഉണ്ടായിരുന്നു. നീ വഴിയിൽ കാത്തു നിന്നു. കുടിയും കഴിഞ്ഞ് ലെക്ക് കെട്ട് വരുന്ന അയ്യപ്പനെ വഴിയിൽ കാത്തു നിന്ന് നീ കുത്തി കൊന്നിട്ട് ശവ ഇവിടെ മറവ് ചെയ്തു അല്ലേടാ? എങ്കിൽ പിന്നെ എന്നെ ഇങ്ങോട്ട് അറസ്റ്റ് ചെയ്തോ സാറേ? എന്തോന്ന്? എല്ലാം കണ്ടു പോലെ സാറ് പറയുന്നു. ഇനി ഞാൻ വല്ലതും പറഞ്ഞ ഇങ്ങോട്ട് യേശു അറസ്റ്റ് ചെയ്തോ സാറേ? കേസ് കോടതി വരുമ്പോ ഞാൻ കാര്യം പറഞ്ഞ് പുറത്തു പോന്നോളാം. അപ്പൊ നീ ലോ പോയിന്റ് ഒക്കെ പഠിച്ചു വന്നല്ലേടാ കൊലപാതകത്തിന് ഇറങ്ങിയിരിക്കുന്നു? നിന്നെ കൊണ്ട് സത്യം പറയിപ്പിക്കാതെ ഞാൻ എന്നിട്ട് പറഞ്ഞേ ഇവനെ പിടിച്ച് ലോക്കപ്പേ. എന്നിട്ട് ആ സ്ത്രീയെ പറഞ്ഞേച്ചേക്ക്. അയ്യോ, എന്റെ മോൻ ഒന്നും ചെയ്യരുതേ. ഇല്ല സാർ, അയ്യപ്പന്റെ മകനെ എനിക്ക് പരിചയമേ ഇല്ല. അയ്യപ്പനെ അന്വേഷിച്ച് ആ ദിവസം ആരും ഷാപ്പിൽ വന്നതായിട്ട് ഞാൻ ഓർക്കുന്നില്ല. പിന്നെ പുറത്താരെങ്കിലും വന്നു പോയിട്ടുണ്ടോ എന്തോ. വഴക്ക് കഴിഞ്ഞ് ബാലഗോപാലൻ നിങ്ങൾ പറഞ്ഞു വിട്ടെന്ന് പറഞ്ഞല്ലോ. അയ്യപ്പൻ എങ്ങോട്ട് പോയി? അയ്യപ്പൻ അവിടെ തന്നെ ഇരുന്നു. എന്നും നേരം വിളിക്കണ മുമ്പ് അവനെ ഞാൻ ശരിപ്പെടുത്തില്ലെങ്കിൽ അയ്യപ്പനതാ ഇങ്ങനെ വിളിച്ചോ. ആ വാ, നമുക്കൊന്ന് മിനിയും കളയാം. വാ ദാപ്പു വാ. ഇപ്പൊ തന്നെ കണക്കിലധികം കുടിച്ചിട്ടുണ്ടല്ലോ അയ്യപ്പ. ഇന്നിനി വേണോ? നാളെ പോരെ? ഞാൻ കടം പറയുമെന്ന് പേടിച്ചിട്ടായിരിക്കും അല്ലടാ. ഡാ, നിന്റെ ഈ ചാരാക്കിട മുഴുവൻ വിലക്ക് മേടിക്കാനുള്ള രൂപ ഈ അയ്യപ്പന്റെ കയ്യിലുണ്ട്. ഇപ്പോഴുണ്ട്, ഇന്നുണ്ട്. കൊണ്ടുപോടാ, കൊണ്ടുപോടാ കുപ്പി. അല്ല, മനസ്സിലായില്ല. അല്ല, ഞങ്ങൾക്കും മനസ്സിലായില്ല. നമുക്ക് ശരിക്കൊന്നും മനസ്സിലായിക്കളയാം. 2 കുപ്പി. ഞങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ വാങ്ങിക്കണ്ട, ഞങ്ങൾ ആവശ്യത്തിന് കുടിച്ചു കഴിഞ്ഞു. ചാരായത്തിന് അളവ് വേണം, മനസ്സാണ് വേണ്ടത്.
മനസ്സുണ്ടെങ്കിൽ മരിക്കോളം കുടിക്കാം. അതാണ് പാട്ടയുടെ ഒരു ഗുഡ് ചാൻസ്. ഏതായാലും ഞങ്ങൾക്ക് വേണ്ട. ചാരായം വേണ്ടെന്ന് പറയുന്ന മനുഷ്യരെ ഞാൻ ആദ്യമായിട്ടാ കാണുന്നത്. നിങ്ങൾ പോ, എനിക്ക് വേണം. ഞാൻ ഇനിയും കുടിക്കും. ദാ അപ്പു. ആ ഇറങ്ങിപ്പോയവര് എവിടെയുള്ളവരാണെന്ന് അപ്പൂനറിയാമോ? ഇല്ല സർ. അവർ ഇതിനു മുമ്പ് അവിടെ വന്നിട്ടുണ്ടോ? ഇല്ല സർ. അതിന് മുമ്പ് വന്നിട്ടില്ല, അത് കഴിഞ്ഞും വന്നിട്ടില്ല. അയ്യപ്പൻ കുറച്ച് രൂപ വാരി പുറത്തിട്ടെന്ന് പറഞ്ഞല്ലോ. അതെ സർ. അത് എത്ര രൂപ കാണുമായിരുന്നു എന്നാണ് അപ്പുവിന്റെ ഊഹം? എത്ര രൂപ കാണുമായിരുന്നു പറയാൻ പറ്റില്ല സർ. 1-2 100 രൂപ നോട്ടുകളും ആ കൂട്ടത്തിലുണ്ടായിരുന്നു. അയ്യപ്പനെ കാണാതായതിൽ ആ ഇറങ്ങിപ്പോയവർക്ക് എന്തെങ്കിലും പങ്കുള്ളതായിട്ട് അപ്പുവിന് തോന്നുന്നുണ്ടോ? അതിപ്പോ ഞാനെന്ത് പറയാനാണ് സാർ? അവരെ വീണ്ടും കണ്ടാൽ അപ്പുവിന് തിരിച്ചറിയാമോ? തിരിച്ചറിയാം സർ. ആ. അയ്യപ്പൻ കുടി കഴിഞ്ഞ് അവിടെ നിന്ന് എപ്പോഴാ പോയത്? അയ്യപ്പ ഒന്ന് പോയാട്ടെ അയ്യപ്പ, എനിക്ക് കട അടക്കണം അയ്യപ്പ. എത്രയായി? 22 രൂപ 40 പൈസ. ഒരു കൊണ്ടുപോകാനാ. ദാ കുപ്പി. എന്നാ ബാക്കി ബാക്കി നീ വയ്യോ, നാളെ കഴിയുമ്പം കണക്ക് തീർത്താൽ മതി. ശരി. സൂക്ഷിച്ചേ. അന്വേഷണ ഉദ്യോഗസ്ഥന്റെ അനാസ്ഥ കുറെ സ്ഥിരം വാചകങ്ങളുണ്ട്. ആർക്കാ ഡാഡി? മിണ്ടായിരുന്ന അജി വന്നിട്ട് പടാ, ഇനി അവന്റെ വക ഒരു വിസ്താരം. അത് കൊള്ളാം. പത്രക്കാരെന്ത് എഴുതിയതിന് നമ്മുടെ മോൻ എന്ത് പിഴച്ചു? പത്രക്കാരൻ കൊള്ളാം, മോനും കൊള്ളാം, ഭാര്യയും കൊള്ളാം. ഇരിക്കുന്നോ? കാപ്പി പിടിക്കുന്നില്ലേ? വേണ്ട. രക്ഷയില്ല മോനെ, ഡാഡി ഇന്ന് കയറ് പൊട്ടിച്ച് നിൽക്കുക. എന്തിനാ വെറുതെ മോനെ വഴക്കു പറഞ്ഞത്? നിന്റെ അച്ഛനൊരു പത്രം തുടങ്ങിയാൽ എന്തായിരുന്നു? എങ്കിൽ പിന്നെ ഒരു പത്ര ഉടമയുടെ മകളെ കല്യാണം കഴിച്ചാൽ പോരായിരുന്നു? ആ കൂട്ടുകാർക്കോ കുടുംബക്കാർക്കോ പത്രമില്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കും. കാണാതെ പോയ അയ്യപ്പൻ എന്റെ മുമ്പിൽ കിടന്ന് ഉരുളുകയല്ലേ. എന്നിട്ട് ഞാൻ ശ്രദ്ധിക്കാന്നിട്ടാണ് പോലും. അനാസ്ഥയാണത്രേ. റാസ്കൽ. ദേ, ഈ പോലീസ് ഭാഷ ഇവിടെ വേണ്ട കേട്ടോ. ജേക്കബ് ഹിയർ. ഗുഡ് മോർണിംഗ് സർ. കണ്ടു സർ, ഞാൻ എന്റെ കഴിവിന്റെ പരമാവധി ശ്രമിക്കുന്നുണ്ട് സർ. പത്രക്കാർ ഇങ്ങനെയൊക്കെ എഴുതാൻ പോയി ഞാൻ എന്ത് ചെയ്യാനാ? ശരി സർ. ഓക്കെ സർ, താങ്ക് യു. ഐ ജിയുടെ ഫോണാ. 2 ആഴ്ചക്കുള്ളിൽ അയ്യപ്പനെ അങ്ങോട്ട് കൊണ്ടുവന്ന് കൊടുക്കണോന്ന്. ഇവനൊക്കെ ഞാനവിടെ പോയി അന്വേഷിക്കാനാ? അയാൾക്ക് അവിടെ ഒന്ന് പറഞ്ഞാൽ മതി. ഡാഡി വെറുതെ പറഞ്ഞല്ലേ മോനെ? അങ്ങനെ. നീരാളി, അയ്യപ്പൻ ജീവിച്ചിരിപ്പില്ല. അത് നിനക്കങ്ങനെ അറിയാം? എന്റെ മനസ്സങ്ങനെയാ പറയുന്നത്. ചത്തങ്ങി ശവമെങ്കിലും കിട്ടണ്ടേ? നീ അതൊന്ന് അന്വേഷിച്ചു നോക്കൂ. ഇന്നെവിടെയാ നാടകം? തിരുവനന്തപുരം.
എന്ന് മടങ്ങി വരും? നാളെ ആറ്റിങ്ങൽ സ്റ്റേ ഉണ്ട്, മറ്റന്നാൾ കാലത്ത് വരും. ശരി, താൻ കൂടെ വണ്ടി കയറ്. ഞാനതൊന്ന് പൂട്ടിയിട്ട് വരാം സാർ. ഒന്ന് വേഗം പൂട്ടിയിട്ട് പാടും. ഏതായി കമ്മല്? അയ്യപ്പൻ എന്ന് പറയുന്ന ആൾ കൊണ്ടുവന്നതാ. എവിടെയാ തന്റെ കട? ചന്തമുക്കില. നിങ്ങൾക്ക് സ്വർണം പണം എടുക്കുന്ന ഏർപ്പാടുണ്ടോ? ഇല്ല, വാങ്ങാറേ ഉള്ളൂ. കളവ് മുതൽ മാത്രം അല്ലേ? ഇല്ല സാർ, കളവുകൾ ഞാൻ വാങ്ങാറില്ല. പിന്നെ ഇതെന്തിനാ വാങ്ങിയത്? പണയം വയ്ക്കാനാ അയ്യപ്പൻ വന്നത്. പണയം എടുക്കുന്ന ഏർപ്പാടില്ലെന്ന് പറഞ്ഞപ്പോ വിലക്കെടുത്താ മതിയെന്നായി. അങ്ങനെയാ ഞാൻ വിലക്ക് മേടിച്ചത്. എത്ര രൂപ കൊടുത്തു? 450 രൂപ. ഈ കച്ചവടത്തിൽ എത്ര രൂപ ലാഭമുണ്ട്? അത് ആ, നിങ്ങൾ കൊടുത്ത 550 രൂപയായിട്ട് അയ്യപ്പൻ എങ്ങോട്ടാ പോയത്? 450 കൊടുത്തോളൂ സാർ. ആ ആ, അതും വാങ്ങിക്കൊണ്ട് എങ്ങോട്ടാ പോയത്? അറിയില്ല സാർ. ചോദിച്ചില്ലേ? രൂപയ്ക്ക് എന്താ ഇത്ര അത്യാവശ്യമെന്ന് ചോദിച്ചു. അതറിഞ്ഞിട്ട് തനിക്കെന്ത് വേണം? താൻ തന്റെ കാര്യം നോക്ക് എന്ന് പറഞ്ഞൊരു ചാട്ടം. പിന്നെ ഞാൻ വേണ്ടിയില്ല. കമ്മൽ വിൽക്കാൻ വന്നപ്പോ അയ്യപ്പന്റെ കൂടെ ഉണ്ടായിരുന്ന ആളുടെ പേരെന്താ? ഒറ്റയ്ക്കാണ് സാർ വന്നത്. അകലെ മാറി ആരെങ്കിലും ഇപ്പുണ്ടായിരുന്നു അയ്യപ്പനെ പ്രതീക്ഷിച്ച്? ഞാൻ ശ്രദ്ധിച്ചില്ല സാർ. 450 രൂപ പോരെന്ന് പറഞ്ഞ അയ്യപ്പൻ വീണ്ടും കടയിൽ വന്നില്ലേ? എന്നായിരുന്നു അത്? ഇല്ല സാർ, രൂപയുമായി പോയിട്ട് പിന്നെ വന്നിട്ടേ ഇല്ല. കമ്മലിന്റെ മകസ്തർ അയാളുടെ മൊഴി എടുത്തോളൂ. വാടോ. എന്റെ ഊഹം ശരിയാകാനാണ് സാധ്യത. 450 രൂപ കൈ കിട്ടി. അത് തീരുന്നവരെ സൂചികളാവുന്ന കരുതി കാണും. അല്ല, പോലീസായ വല്ല കൊണ്ടുവന്നിരുന്നു മാറിക്കൊടുക്കും. സാർ, ഇത് എവിടെയാ കിടക്കുന്നത്? കല്ലട പദ്ധതി 7ാം പദ്ധതിയിൽ തീർക്കും. NOC തട്ടിപ്പ്. കലാകാരന്റെ ശവശരീരം കാലിച്ചാക്കിൽ. കഷ്ടം. കഴിഞ്ഞ 2 മാസത്തിലേറെയായി കാണാതിരുന്ന കൃഷ്ണപുരം കൊല്ലപ്പള്ളി. കലാകാരന്റെ ശവശരീരം കാലിച്ചാക്കിൽ. കഴിഞ്ഞ 2 മാസത്തിലേറെയായി കാണാതിരുന്ന കൃഷ്ണപുരം ഭാവന തിയേറ്റേഴ്സിലെ തബലിസ്റ്റായിരുന്ന അയ്യപ്പന്റെ ശവശരീരം ഒരു ചാക്കിൽ കെട്ടിയ നിലയിൽ ഭാവന തിയേറ്റേഴ്സിൽ നിന്നും ഏകദേശം 1.5 കിലോമീറ്റർ അകലെയുള്ള കറ്റാണം റോഡിൽ ചിരച്ചിറ പാടത്തിൽ നിന്നും കണ്ടെടുത്തിരിക്കുന്നു. ബലബല, ഇതൊരു കൊലപാതകമാണെന്ന് സ്ഥിരീകരിക്കപ്പെട്ടതോടുകൂടി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുന്നു. അല്ലെ നമ്മുടെ അയ്യപ്പനാരോ കൊന്നാണെന്ന്. ആ ദാ രാജമൻ ചേച്ചി, വായലൊന്നും തുറക്കണേ. രാജമൻ ചേച്ചി. ചേച്ചി, നമ്മുടെ അയ്യപ്പൻ ശവം മരിച്ചതാ. ശവം കറ്റാണ റോഡിൽ നിന്ന് കണ്ടുകിട്ടിയെന്ന് ഇന്നത്തെ പേപ്പറിലുണ്ട്. ആരോ കൊന്നതാണെന്ന്. എന്റെ ദൈവമേ. ആരെങ്കിലും ഇതിനെപ്പറ്റി എന്തെങ്കിലും ചോദിച്ചാൽ അറിയാൻ പാടില്ലെന്ന് പറഞ്ഞേക്കണം. എല്ലാവരോടും പറഞ്ഞേര്. ജഡം അയ്യപ്പന്റെ തന്നെയാണെന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. മെറ്റീരിയൽ ഒബ്ജക്റ്റുകളെല്ലാം അവസാനം കണ്ട സാക്ഷികളുടെ മൊഴിയിൽ പറഞ്ഞിട്ടുള്ളത് തന്നെയാണ്. സ്കള്ളിന്റെ ഫോട്ടോ സുപ്രീം പൊസിഷൻ നാളെ വരും. അതുകൂടി വന്നാലേ തീർത്ത് പറയാൻ പറ്റൂ. അതും ഫേവറബിൾ ആയിരിക്കുമെന്നാണ് എന്റെ വിശ്വാസം. ഈ കഷ്ണം വയറിന് മേൽഭാഗത്ത് 3ാമത്തെ വാരിയലിനോട് ചേർന്ന് 4.5 ഇഞ്ച് ആഴത്തിൽ കുത്തിയിറക്കിയിരുന്നു. ഇതിന്റെ കൂർത്ത അറ്റം ചങ്കിൽ തട്ടിയിട്ടുണ്ട്. തന്മൂലമുണ്ടായ ഷോക്കും ഹെമറേജുമാണ് മരണകാരണം. കുത്തിയതിനു ശേഷം കുപ്പി വലിച്ചൂരിയെടുക്കാൻ കൊലപാതകി മെനക്കെട്ടിട്ടില്ല. കാണാതായി എന്ന് പറയുന്ന ദിവസം തന്നെയാണ് മരണം നടന്നിട്ടുള്ളതെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഉറപ്പിച്ചു പറയുന്നു. അത് അയ്യപ്പന്റേതാണെന്നുള്ളതിന് യാതൊരു തെളിവുമില്ല.
അയാൾ താക്കോൽ കൊണ്ട് നടക്കുന്ന സ്വഭാവക്കാരനുമല്ല. ശവം കിടന്ന ചാക്കിന് പുറത്ത് മണ്ണിൽ നിന്നാണ് അത് കിട്ടിയിട്ടുള്ളത്. ആ